ഗൈസ്, അപ്പോൾ ഇത് കമ്മീഷന് വേണ്ടിയുള്ള അവസാന ഘട്ട ഒരുക്കങ്ങളാണ്. നമ്മുടെ ഫ്രണ്ട് പേജെല്ലാം ടീച്ചറിനെ കൊണ്ട് ഒപ്പിടിപ്പിച്ചു. പിന്നെ ഈ എല്ലാ പേപ്പേഴ്സും പഞ്ച് ചെയ്യണം. ഇത്രയും പേപ്പേഴ്സ് പഞ്ച് ചെയ്യുന്നത് പ്രാക്ടിക്കൽ അല്ലാത്തതുകൊണ്ട് ഞാൻ വാപ്പുവിനെ കൊണ്ടൊന്ന് ഡ്രില്ല് ചെയ്യിപ്പിക്കുകയാണ് ചെയ്തത്. എന്നിട്ട് പോലും കഴിയുന്നുണ്ടായിരുന്നില്ല. ഇനിയും കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതാനുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ രാത്രി 4 മണി വരെ ഇരുന്ന് എഴുതി. പിന്നെ അതിനുശേഷം ഒരു ഹാഫ് ആൻ അവർ ഉറങ്ങിയതിന് ശേഷം പിന്നെ എണീറ്റിരുന്ന് എഴുതുമായിരുന്നു. അങ്ങനെ ഞാൻ ഒട്ടും ഉറങ്ങാതെയാണ് കമ്മീഷന് പോയത്. എനിക്ക് വേണ്ടി ഉമ്മയും കുറച്ച് നേരമൊക്കെ എഴുതി തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ലാവയും കുറച്ച് ഹെൽപ്പൊക്കെ ചെയ്തു. ഗൈസ്, അസംബ്ലിയിൽ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ വായിക്കേണ്ട ഡ്യൂട്ടി എനിക്കായിരുന്നു. അപ്പോൾ രാവിലെ ന്യൂസസ് കളക്ട് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് കാരണം ഞാൻ വാപ്പാപ്പയോട് പറഞ്ഞപ്പോൾ വാപ്പാപ്പ ആ ഒരു ദിവസത്തെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണെങ്കിലും 30 ദിവസത്തേക്ക് വേണ്ടി ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ ഇടാനായിട്ട് അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഫയലെല്ലാം കോർത്ത് കെട്ടിയത് എൻ്റെ ഉമ്മയും വാപ്പയും കൂടിയാണ്. ഞാനിതൊന്നും അറിഞ്ഞുകൂടിയില്ല. ഞാൻ അവിടെ വേറെ ഒരുപാട് കാര്യങ്ങളായിട്ട് തിരക്കിലായിരുന്നു. അപ്പോൾ അവരാണ് ഇതെല്ലാം ചെയ്തത്. ഞാൻ ഈ വർക്ക്സും ചാർട്ട്സും എല്ലാം എടുത്ത് എൻ്റെ വണ്ടിയിൽ വെച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് ഈ വണ്ടിയിൽ കൊണ്ടുപോയി പ്രാക്ടിക്കൽ അല്ല എന്ന്. അപ്പോഴത്തേക്കും നമ്മുടെ അമൃതയ്ക്ക് ഒരുപാട് വർക്കുണ്ട്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു ആട്ടോ വിളിച്ചങ്ങ് പോയി. കൃത്യം 10 മണിക്ക് തന്നെ ഞങ്ങളുടെ കമ്മീഷനൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും നല്ല ടെൻഷനിലായിരുന്നു. ഞാനും അത്യാവശ്യം ടെൻഷനിലായിരുന്നു. എന്നാലും ന്യൂസ് പേപ്പറൊക്കെ ഞാൻ നന്നായി തന്നെ വായിച്ചു. അവിടെ വെച്ച് ആരുടെയൊക്കെ ഏതൊക്കെ സബ്ജക്ട്സാണ് വിലയിരുത്തുന്നതെന്നെല്ലാം പറഞ്ഞായിരുന്നു. കമ്മീഷൻ ഞങ്ങളോട് നന്നായി തന്നെ സംസാരിച്ചു. അതിനുശേഷം ഞങ്ങൾ എല്ലാവരും കൂടി കമ്മീഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയായിരുന്നു. അത് കോൺഫിഡൻഷ്യൽ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ക്ലിപ്സ് ഒന്നും ഇതിനകത്ത് ഞാൻ ആഡാക്കിയിട്ടില്ല. ഏതൊരു ടീച്ചറിനെ സംബന്ധിച്ചിടത്തോളം ലൈഫിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു ദിവസം തന്നെയാണ് കമ്മീഷൻ ഡേ എന്ന് പറയുന്നത്. ഈ ദിവസം നമ്മൾ അനുഭവിക്കുന്ന സ്ട്രെസ്, ഇതിലോട്ട് എത്തിപ്പെടാൻ വേണ്ടി നമ്മൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു ഫേസ് കടന്നു പോകാൻ വേണ്ടി ഞങ്ങൾ അനുഭവിക്കുന്ന സ്ട്രെസ് എന്ന് വെച്ചാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും വലുതാണ്. ഞങ്ങളുടെ എല്ലാ തരത്തിലുള്ള പെർഫോമൻസസുകളും വിലയിരുത്തപ്പെടുന്ന ഒരു ദിവസമാണത്. അതുകൊണ്ട് തന്നെ എല്ലാം മാക്സിമം പെർഫെക്റ്റ് ആക്കാൻ വേണ്ടി വളരെ ദിവസങ്ങളായിട്ട് ഞങ്ങൾ അതിന് പുറകെ തന്നെയായിരുന്നു. ലേണിംഗ് എയ്ഡ്സ്, സ്റ്റിൽ മോഡൽസ്, അങ്ങനെ അസംബ്ലി എല്ലാം പെർഫെക്ഷനിലാക്കാൻ വേണ്ടിയിട്ടുള്ള അഹോരാത്രമായിട്ടുള്ള ഒരു പരിശ്രമം തന്നെ നമ്മുടെ എല്ലാവരുടെ ഇടയിലുണ്ടായിരുന്നു. നമ്മുടെ തീർത്ഥയ്ക്കായിരുന്നു സോഷ്യൽ സയൻസിൽ ഒരു ക്ലാസ് എടുക്കാനായിട്ട് കിട്ടിയത്. അപ്പോൾ തീർത്ഥയ്ക്ക് വേണ്ടി ഞാനൊരു ചാർട്ട് എഴുതി കൊടുത്തു. അങ്ങനെ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനൊന്നും സമയം കിട്ടിയില്ല. ഇർഫാനെയാണ് ഒരു വാരി തന്നത്. ക്ലാസ്സിലൊക്കെ വേണ്ടിയിട്ടുള്ള ICTയും കാര്യങ്ങളൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് പ്രിപ്പയർ ചെയ്തു. ഇർഫാൻ അതാണ് ഈ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വലിയിൽ നിന്ന് ചെമ്മൈ പൂക്കൾ പോകുന്നിതാ പറന്നമ്മ എന്ന് പറയുന്ന പാട്ടിൻ്റെ ദൃശ്യാവിഷ്കാരമാണ് അവൻ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ക്ലാസ്സസ് അവസാന ഘട്ടത്തിലേക്ക് കിടക്കുമ്പോൾ വാട്ട് യു ഗൈസ് ഫീൽ പറയൂ. എന്താ നിങ്ങൾ തോന്നുന്നത്? വളരെ നല്ല ഫീലാണ്. അതെ വളരെ ഹാപ്പി. അല്ല, ബാക്കിയെല്ലാം ഇഗ്നോർ ചെയ്യൂ. ജസ്റ്റ് ഫോക്കസ് ഓൺ ക്ലാസ്സസ്. പറയൂ, സന്തോഷമാണോ? സൂരജ് എന്താ പറയണത്? ഗൈസ്, അന്നത്തെ ഒരു ഉച്ചവരെയുള്ള കാര്യങ്ങളെ ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. ബാക്കി ഞാൻ നെക്സ്റ്റ് വ്ലോഗിൽ ഉൾപ്പെടുത്താം. കാരണം എനിക്കിത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇടണമെന്നുണ്ട്. കാരണം എനിക്ക് തന്നെ ഭാവിയിൽ എടുത്ത് വെച്ച് കാണുമ്പോൾ ഒരു ഓർമ്മയ്ക്കും ഒരു സന്തോഷത്തിനൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ ബൈ ഗൈസ്.